Happy birthday to you. Thank you. Hi guys, welcome back to my YouTube channel Coffee with Karu. ഹായ് ഗായ്സ്, ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉള്ള ദിവസമാണ്. ഇന്ന് അമ്മൂമ്മയുടെ ബർത്ത്ഡേ ആണ് ഗേൾസ്, 70th ബർത്ത്ഡേ. രാവിലെ തന്നെ ഞാൻ അമ്മൂമ്മയെ പോയി വിഷ് ചെയ്തു. അമ്മൂമ്മയടുത്ത് ഞാൻ അമ്പലത്തിൽ വരാൻ പറഞ്ഞപ്പോൾ അമ്മൂമ്മ വന്നില്ല, അമ്മൂമ്മയ്ക്ക് വരാൻ വയ്യാന്ന് പറഞ്ഞു. അമ്മൂമ്മ ഇപ്പം വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാറില്ല ഗേൾസ്. എനിക്കറിയില്ല എന്താണ്, ഭയങ്കര ഇൻട്രോവേർട്ടായി വരുന്നുണ്ട്. പക്ഷെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ശരിക്കും അമ്മൂമ്മ ഇങ്ങനെയല്ലായിരുന്നു. എൻ്റെ വീട്ടിൽ ആകെ ഒരു ആക്റ്റീവായിട്ട് നിൽക്കുന്നൊരു വ്യക്തിത്വം എന്ന് പറഞ്ഞത് അമ്മൂമ്മയാണ്. പക്ഷെ ഇപ്പം എന്തോ വയസ്സായതുകൊണ്ടാണോ അപ്പൂപ്പ മരിച്ചതിന് ശേഷമുള്ളതാണോ അറിയില്ല, അമ്മൂമ്മ അധികം അങ്ങനെ പുറത്തിറങ്ങാറില്ല. വല്ലപ്പോഴും അത്യാവശ്യത്തിന് വല്ല ഫംഗ്ഷന് പോകുന്നില്ലാണ്ട് എല്ലാ ഫംഗ്ഷനും അറ്റൻഡ് ചെയ്യാറ് പോലും ഇല്ല. വയ്യ, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നതിനാലും വയ്യ എന്ന് പറഞ്ഞ രീതിക്കൊന്ന് വീട്ടിലിരിക്കും. പിന്നെ അമ്മൂമ്മയുടെ ബർത്ത്ഡേക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അമ്മൂമ്മയുടെ ബർത്ത്ഡേ വരുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ അന്നാണ് ഗൈസ്, തൃശ്ശൂർ പൂരം. രാവിലെ അമ്മൂമ്മയുടെ ബർത്ത്ഡേ ആണെന്നൊന്നും അറിയാണ്ട് തന്നെ രാവിലെ അടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഉറങ്ങുന്ന എൻ്റെ മോനെയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഉണർത്തി കഴിഞ്ഞാൽ ശരിയാവില്ല, കുറച്ച് കഴിയുമ്പോൾ തനിയെ ഉണർന്ന് വരുമ്പോൾ കാണിച്ചു തരാം. നോക്കടി കൊള്ളാമോ? അമ്പലപ്പുഴ പാൽപ്പായസം കുക്കറിൽ. അമ്മൂമ്മയ്ക്ക് 70 വയസ്സായതിനെ പറ്റി അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അമ്മൂമ്മയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഭയങ്കര ബോൾഡായിട്ടുള്ള ലേഡി എൻ്റെ അമ്മൂമ്മ തന്നെയാണ്. കൊച്ചുനാൾ മുതലേ കുഞ്ഞിലേക്ക് ഒരു 5th 6th സ്റ്റാൻഡേർഡ് വരെ ആരാണ് എൻ്റെ ശത്രു എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഒറ്റ ഉത്തരം മാത്രമേ പറയാനുണ്ടായിരിക്കുള്ളൂ, എൻ്റെ അമ്മൂമ്മ. അമ്മൂമ്മ വാസ് സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ്. എടുത്ത സാധനം എടുത്തെടുത്ത് വെക്കുക, കഴിച്ച പാത്രം കൊണ്ട് വയ്ക്കുക, തുണി മടക്കി വയ്ക്കുക, ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ പുതപ്പ് മടക്കി വയ്ക്കുക, ഇതെല്ലാം അമ്മൂമ്മയ്ക്ക് ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു 5-6 ക്ലാസ് വരെയൊക്കെ അമ്മൂമ്മ എന്ന് പറഞ്ഞൊരു ട്രോമയായിരുന്നു. അമ്മൂമ്മ എല്ലാത്തിനും വരും, എല്ലാത്തിനും ഇടപെടും, എല്ലാത്തിനും വഴപ്പുറം. അങ്ങനെ പിന്നെ ലൈക്ക് ഐ കെയിം ടു റിയലൈസ് നല്ലതിനാണ് പറയുന്നത്. എന്തിനാണ് അമ്മൂമ്മ എന്ന് വെച്ചാൽ ഡെയിലി റൂട്ടീനിൽ എൻ്റെ ഒരു പാർട്ടാണ് ശരിക്കും. അമ്മയോട് പോലും ഞാൻ ഇത്രയും എൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാറില്ല. ഇപ്പോൾ സന്തോഷമാണെങ്കിലും ദേഷ്യമാണെങ്കിലും ഞാൻ അമ്മൂമ്മയെ ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർ പേടിച്ചു പോകും. അങ്ങനത്തെ രീതിക്ക് നമ്മൾ ഡെയിലി ഫൈറ്റ് ചെയ്യും. പക്ഷേ എനിക്ക് ഏറ്റവും മനസ്സിനടുത്ത് സ്നേഹമുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് അമ്മൂമ്മ തന്നെയാണ്. അതേപോലെ അമ്മൂമ്മയുടെ ഗൈഡൻസ് എൻ്റെ കുഞ്ഞിനും കിട്ടുന്നുണ്ട്. ശങ്കുടു ഭയങ്കര ഹാപ്പിയാണ് അമ്മൂമ്മയുടെ അടുത്ത്. അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ ശങ്കുടൂരൊരു ടോയ്, അല്ലെങ്കിൽ ശങ്കുടിൻ്റെ അതേ പ്രായത്തിലുള്ള ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയാണ് അമ്മൂമ്മ. അപ്പോൾ അങ്ങനെ എനിക്കിന്ന് അന്ന് വർക്ക് ഫ്രം ഹോം ആയിരുന്നു, എനിക്ക് വർക്കും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ശങ്കുടും അമ്മയായിട്ട് പൂപ്പിയല്ലല്ലോ കാത്തു കണ്ട് രസിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് ദേവു മേഡം വന്നു വീട്ടിൽ. ദേവു മേഡം ശങ്കുടൂവിൻ്റെ അടുത്ത് കളിപ്പിക്കുകയാണ്. ദേവു മേഡം അമ്മൂമ്മയ്ക്ക് ഒരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നു, ഒരു സാരി ആയിരുന്നു. അമ്മൂമ്മ എന്നാൽ എന്നോട് പറഞ്ഞാണ് ആരോടും ഗിഫ്റ്റ് ചോദിക്കരുത്, പിന്നെ നമ്മൾ ബർത്ത്ഡേക്ക് ക്ഷണിച്ചാൽ എല്ലാവരും ഗിഫ്റ്റ് കൊണ്ടുവരും, ഗിഫ്റ്റിന് വേണ്ടി വിളിക്കുന്നതാണെന്ന് വിചാരിക്കും എന്നൊക്കെ. അമ്മ അങ്ങനെയൊക്കെ വിചാരിച്ചു കളയും കേട്ടോ. എന്നാലും ഒരു സന്തോഷമല്ലേ. ഉച്ചയ്ക്ക് സദ്യയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വൈകിട്ട് കേക്കൊക്കെ മേടിച്ച് നമ്മൾ കുറച്ച് അടുത്ത ബന്ധുക്കൾ മാത്രം വെച്ച് കേക്കൊക്കെ മേടിച്ച് മുറിച്ച് നമ്മുടെ സന്തോഷം പങ്കിട്ടു. അപ്പോൾ ഈ ഡേ ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഡേ കണ്ടിട്ട് നിങ്ങളും ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും വീഡിയോ ആയിട്ട് ഞാൻ വരാം. ബൈ ബൈ. ആൻഡ് എല്ലാവരും അമ്മൂമ്മയ്ക്കൊരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണേ. ഇത് കാരണം ഇത് നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആണ്, എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.